കുടുംബത്തിലെ ആൾക്കാരാണ് അങ്ങോട്ട് നിന്ന് കയറിയേക്കുന്നത്. അവരുടെ വായിലിരിക്കുന്ന ഓരോ തെറികളും അവര് കാട്ടിക്കൂട്ടുന്നത് ഒന്നും തന്നെ നിന്റെ ഒന്നും കണ്ണിനകത്ത് കാണുന്നില്ലേ? അത് കൊച്ചു പിള്ളേര് കാണുന്നില്ലേ? മുതിർന്നവര് കാണുന്നില്ലേ? അവിടെ അടിയുണ്ട്, പിടിയുണ്ട്, വഴക്കുണ്ട്, വെട്ടും കുത്തും കൊലപാതകവും മാത്രമേ ഇല്ലാതെ ഉള്ളത്. ബാക്കി എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. നീ എന്നിട്ട് സോഷ്യൽ മീഡിയയുടെ കാര്യം കൂടുതലൊന്നും എന്റെ അടുത്ത് വയ്ക്കാൻ വരരുത്. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഉണ്ടോ? അതിലെ മനുഷ്യർ എന്താണ്? പലരും സമ്പന്നരായിട്ട് കുടുംബത്തിൽ നടക്കോ ഒതുക്കോ ഒക്കെ പഠിച്ച് വലിയ പാവത്തെ പോലെ വന്നിരിക്കുന്നവരൊക്കെയാണ് ആ ഷോയിൽ വന്ന് എന്ന് പുളിച്ച തെറി അങ്ങോട്ട് പറയുന്നത്. അതാണ് ഓരോ വീട്ടിലെ അംഗങ്ങൾ കുത്തിയിരുന്ന് കാണുകയും ചെയ്യുന്നത്. ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിന്റെയൊക്കെ അമ്മച്ചി പറഞ്ഞതിൽ കാര്യമില്ലേ? എത്രയും പേര് വളരെ നന്നായിട്ട് ലാലേട്ടനോട് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂലോ ലാലേട്ട, ജെന്യൂനായിട്ടേ നിൽക്കത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഗ്യാങ് കളിക്കുക, മൈക്ക് ഊരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗൂഢാലോചനകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. പണ്ട സമയത്താണെങ്കിൽ, കഴിഞ്ഞ ബിഗ് ബോസിലാണെങ്കിൽ ഇവർ മൈക്ക് ഊരി വെച്ചിട്ട് പൂളിൽ ചാടും. പൂളിൽ ചാടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ രഹസ്യങ്ങൾ പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഷോ തുടങ്ങുമ്പോഴത്തേക്ക് ഓരോ ദിവസം എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് സോങ് ഇടുമല്ലോ, അപ്പോഴിവർ ഓരോ രഹസ്യം ഓരോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് ആ സമയത്തിനാണ്. പറയുമ്പോഴത്തേക്ക് കേൾക്കില്ലല്ലോ, ആരും കേൾക്കില്ലല്ലോ, പാട്ട് കിടക്കില്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റോങ് പ്ലേ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ലാംഗ്വേജ് പറയേ വേണ്ട. കുടുംബ പ്രേക്ഷകരാണ്, വീട്ടുകാർ മൊത്തത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ഷോയിൽ എന്തൊക്കെ വിളിച്ചു പറയുന്നത്, എന്തൊക്കെ അനാവശ്യം കാണിക്കുന്നത്. ഇപ്പം തന്നെ ജാസ്മിൻ എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് കുറേ പേര് ഇവിടെ പുറത്ത് തന്നെ യൂട്യൂബേഴ്സ് ജാസ്മിനെ ന്യായീകരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? അവിടെ ഹൗസിനുള്ളിലേ സംസാരിക്കുന്നുണ്ട്. ഇവർ കാണിക്കുന്നത് കണ്ട് അവർ മടുത്തു. മുടിയനായാലും യമുന ചേച്ചിയാണേലും എല്ലാവരും പറഞ്ഞു ഇവരെല്ലാം കാണിക്കുന്നത് കണ്ട് മടുത്തു. എന്നിട്ടും ഇവിടെ ആളുകൾ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം തന്നെ സീക്രട്ട് ഏജൻറ്റ് ചെന്നിട്ട് ഇനിയെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ് പുറത്തെ പല കാര്യങ്ങളും പറഞ്ഞത് സീക്രട്ട് ഏജൻറ്റ്. അത് ഷോയ്ക്ക് പിന്നെ വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വെളിയിൽ നിന്ന് ഒരു കാര്യവും അകത്ത് പറയാൻ പാടില്ല. എന്നിട്ടും അപ്പോൾ ജാസ്മിൻ സീക്രട്ട് ഏജൻറ്റിനോട് പറയുന്നുണ്ട്, ഞാൻ പുറത്തൊരാളിനെ വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ഇവൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. എന്തേ അറിഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആണുങ്ങൾ ഇതെല്ലാം കണ്ട് സഹിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും ആരും സഹിക്കില്ല. എന്നിട്ടും അഫ്സൽ കുറേ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിനെ. ഞങ്ങൾ അങ്ങനത്തെ റിലേഷനാണ്, അത്ര സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര വെള്ളപൂശാൻ നോക്കിയാലും ജനങ്ങൾക്ക് മനസ്സിലായി ജാസ്മിൻ്റെ സ്വഭാവം എന്താണെന്ന്. കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി എത്ര പൂശാൻ നോക്കിയാലും നടക്കത്തില്ല. ഇനിയിപ്പോൾ ജാൻമണി ഇപ്പം വേറൊരു തന്ത്രം ഇറക്കിയിട്ടുണ്ട്. വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴത്തേക്ക് അവരുടെ വായിന്ന് പലതും മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു സിമ്പതിക്ക് വേണ്ടിയിട്ട് ഏത് നേരവും ഭയങ്കര കരച്ചിലും ബഹളവും. എവിടെ പോയി ധൈര്യമൊക്കെ? ഈ ധൈര്യമൊക്കെ ഇപ്പോൾ എവിടെ പോയി?